ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇതിന്റെ വിശദാംശങ്ങൾ നമ്മളോട് അല്പം കൂടി ആധികാരികമായും ക്രിയാത്മകമായും വിശദീകരിക്കുന്നതിനായി ഗ്രീൻ എർത്ത് ഇനീഷ്യേറ്റീവിന്റെ നോർത്ത് ഇന്ത്യൻ കോർഡിനേറ്റർ ശ്രീമതി വന്ദന ശ്രീവാസ്തവയെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഒപ്പം ഈ പ്രസംഗം പരിഭാഷപ്പെടുത്തുന്നതിനായി മുണ്ടത്തിക്കോടിന്റെ പ്രിയപ്പെട്ട പരിസ്ഥിതി പ്രവർത്തകൻ ശ്രീ റോബിൻ മുണ്ടത്തിക്കോടിനെ ഈ വേദിയിലേക്ക് സവിനയം സസന്തോഷം ക്ഷണിക്കുന്നു. Ladies and gentlemen, namaskaram. My greetings and hello to you all. ഇവിടെ കൂടിയിരിക്കുന്ന സ്ത്രീകളെ പുരുഷന്മാരെ, അനദർ ഡെഡ് എൻഡ് അല്ലേ സർ? 2 വർഷം മുമ്പ് വാഹനാപകടത്തിൽ മരണപ്പെട്ട ഒരാളുടെ അക്കൗണ്ട് അവരുപയോഗിക്കായിരുന്നു. നമ്മുടെ ആ തേർഡ് വിക്ടിം അശോകിന്റെ കെമിക്കൽ അനാലിസിസ് റിപ്പോർട്ട് വന്നു. അയാളുടെ സ്റ്റൊമക് വാഷിൽ സൈലോസിബിൻ ടോക്സിക് ലെവലിലുണ്ടായിരുന്നു. സൈലോസിബിൻ, ആസ് യു മൈറ്റ് ബി നോയിങ്, ഇറ്റ്സ് എ ന്യൂറോടോക്സിക് സബ്സ്റ്റൻസ്. ഇതുപോലത്തെ ഡോസേജ് അകത്ത് ചെന്നാൽ തലകറക്കവും മറ്റും ഉണ്ടാവാം. സം പീപ്പിൾ ഈവൻ മൈറ്റ് ഗെറ്റ് ഡോസ്ഡ് ഓഫ്. അപ്പോൾ കില്ലേഴ്സ് അശോക് സെൽവരാജിനെ തലകറക്കം ഉണ്ടാക്കിച്ച് ആശുപത്രിയിൽ എത്തിച്ചതിൻ്റെ മിസ്റ്ററി സോൾവ് ആയി. It will be clear for you when I tell you the story of 2 deserted tiger cubs. മരുഭൂമിയിലെ 2 കടുവകളുടെ വാലുകൾ ഞാനൊരു കപ്പിൽ വരച്ചു കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യം കൂടുതൽ വ്യക്തമാകുമെന്നാണ് മാഡം നമ്മളോട് പറയുന്നത്. ഇയാളത് പരിഭാഷപ്പെടുത്തി കൊല്ലുമല്ലോ. സത്യം, ഇയാളുടെയൊക്കെ കോൺഫിഡൻസ് സമ്മതിക്കണം. എന്തൊക്കെ മണ്ടത്തരങ്ങളെ വിളിച്ച് പറയുന്നത്. ദിവ്യ, സർ, യു ആർ റൈറ്റ്. ആ വരികൾ തർജ്ജമ ചെയ്താണെങ്കിലോ മറ്റേതെങ്കിലും ഒരു ഭാഷ എന്നുള്ള ട്രാൻസ്ലേഷൻ. It's a translation from an original Latin quote by an 18th century physician called Giovanni Morgani. Yes. ലണ്ടനിൽ ആദ്യത്തെ പോസ്റ്റ്മോർട്ടം റൂമിന്റെ പുറത്തെഴുതി വച്ചിരിക്കുന്ന വാചകങ്ങൾ. ഡോക്ടർ സതീഷ് മാധവൻ പറഞ്ഞതനുസരിച്ച് വിളിക്കുന്നതാണ്. ഐ ആം ഡോക്ടർ ഗോവിന്ദരാജ്. സാറ് പറഞ്ഞ വാചകങ്ങളുണ്ടല്ലോ, അത് കേരളത്തിൽ തന്നെ മറ്റൊരു സ്ഥലത്ത് എഴുതി വെച്ചിട്ടുള്ളതായിട്ട് എനിക്കറിയാം. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അനാട്ടമി ഡിസെക്ഷൻ ഹാളിന്റെ ഉള്ളിൽ എഴുതി വെച്ചിരുന്ന വാചകങ്ങളാണ്. Let conversation cease, let laughter flee. This is the place where death delights to help the living. അപ്പോ ഇനി 2 കൊലകൾ കൂടി. സർ, ഫസ്റ്റ് ഇയർ MBBS സ്റ്റുഡൻസ് ആണ് ഡിസെക്ഷൻ ഹാളിൽ വരുന്നത്. ഒരു ബാച്ചിൽ 200 കുട്ടികൾ. ഞങ്ങൾ അവരെ 20 പേരുടെ ബാച്ചുകളായി ഗ്രൂപ്പുകളായി തിരിക്കും. മാഡം, ആ കാണുന്ന ടാങ്കുകളൊക്കെ എന്താണ്? ഫോർമലിൻ ടാങ്ക്സ്. അടുത്ത ദിവസം ഡിസെക്ഷനുള്ള കഡാവേഴ്സ് അതിനകത്താണ് ഇട്ടുവെക്കുന്നത്. മാഡം, ഈ സ്ഥലത്ത്, ഈ പർട്ടിക്കുലർ ഹാളിൽ വെച്ചിട്ട് ഒരു ക്രൈമിലേക്കോ കൊലപാതകത്തിലേക്കോ നയിക്കാൻ സാധ്യതയുള്ള എന്തെങ്കിലും ഇൻസിഡൻസ് നടന്നായിട്ട് ഓർക്കുന്നുണ്ടോ? സർ, ഞാനിവിടെ അനാറ്റമി ഡിപ്പാർട്ട്മെന്റിൽ ജോയിൻ ചെയ്തിട്ട് 14 വർഷമായി. ഇങ്ങനെ എന്തെങ്കിലും നടന്നായിട്ട് എനിക്ക് ഓർമ്മയില്ല. സാർ, ഞാൻ ഈ കോളേജിൽ ജോയിൻ ചെയ്തിട്ട് 25 വർഷം കഴിഞ്ഞു. സാറിനറിയാമല്ലോ, ഇതൊരു സർക്കാർ സ്ഥാപനമാണ്. തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ വിവാദങ്ങളും വാർത്തകളുമാവുന്ന കോളേജുകളിലൊന്ന്. ഇവിടെ അത്തരത്തിൽ എന്തുണ്ടായാലും അത് തീർച്ചയായും ഒരു വാർത്തയാവാതിരിക്കുന്ന പ്രശ്നമില്ല. പ്രതികാരം ചെയ്യാൻ ഒരാളെയോ കൂട്ടക്കുരുതി ചെയ്യാൻ ഒരു സൈക്കോപാത്തിനെയോ പ്രേരിപ്പിക്കുന്ന കാരണങ്ങൾക്ക് മറ്റുള്ളവരുടെ കണ്ണിൽ അത്ര വലിയൊരു പ്രാധാന്യം ഉണ്ടായിക്കൊള്ളുന്നില്ല പ്രതാപ് സാർ. ഇവിടുന്ന് പഠിച്ചിറങ്ങിയ ആയിരക്കണക്കിന് സ്റ്റുഡൻസിന് മാത്രമല്ല, ഇവിടുത്തെ ടീച്ചേഴ്സ്, സ്റ്റാഫ്, എന്തിന് കീറിമുറിച്ച് പഠിക്കാൻ വേണ്ടി ഇവിടെ കിടത്തുന്ന കെടാവറുകൾക്ക് പോലും പറയാനുണ്ടാവും ഒരുപാട് കഥകൾ. താങ്ക് യു മാം. സർ,
என்ன சொல்ல, அவன் ரொம்ப நல்ல பையன். படிப்புலையும் ஃபஸ்ட்டு, ஸ்போர்ட்ஸ்லேயும் ஃபஸ்ட்டு. அவன் நல்லா பாடுவான். இப்படி ஆகிப்போச்சு சார். அவனுக்கு யாராவது எதிரிங்க இருந்தாக അറിയാമോ? சார், இந்த பிஸ்னஸை நாங்கள் பரம்பரையாக பண்ணிட்டு வரோம். அதான் தெரியுமே, பிஸ்னஸ்னாலே எதிரிங்க இருக்க தானே சார் செய்வாங்க. இங்கே யாராவது அந்த மெடிசின் சம்பந்தப்பட்ட டாக்டர் இருக்காங்களா? அசோகனுக்கு ஒரு கசின் பொண்ணு இங்கேருந்து தான் കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിൽ പഠിച്ചിട്ട് இருந்தா. നവീൻ, സജിമോൻ രണ്ടുപേരും അശോകന് മുമ്പ് കൊല്ലപ്പെട്ട ചെറുപ്പക്കാരാ. ഇവരാരെങ്കിലും നിങ്ങൾക്ക് പരിചയമുണ്ടോ? അല്ലെന്നാ ഇവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട யாரையாவது உங்களுக்கு தெரியுமா? சார், என் பையன் கேரளாவில் பிஸ்னஸ் ஆரம்பித்த போது ஒரு 2 தடவை அங்கே போயிருக்கேனே தவிர யாருமே எனக்கு தெரியாது சார். ഹലോ ഹലോ മാഡം, ഒരു ബൈക്ക് യാത്രക്കാരൻ ആക്സിഡന്റ് നടന്ന തച്ചങ്കര പാലത്തുമ്പോൾ 2 വാഹനങ്ങൾ നിർത്തിയിട്ടിരിക്കുന്നത് കണ്ടിട്ടുണ്ട്. പിന്നെ ഒരു ബൈക്കും നിലത്ത് കിടക്കുന്നതായി കണ്ടു. പുലിവാലാകണ്ടെന്ന് കരുതി അയാൾ അതിൽ ഇടപെട്ടില്ല. 2 വണ്ടികളോ? അതെ മാഡം, ഒരു പിക്കപ്പ് ജീപ്പും പിന്നെ ഒരു ലോറിയും. ലോറിയിൽ ഏതാണ്ട് പച്ചപ്പുല്ലായിരുന്ന ലോഡെന്നാണ് ആൾക്ക് തോന്നിയത്. അപ്പൊ അയാൾ ശ്രദ്ധിച്ചോളൂ മാഡം. ഓക്കെ, ശരി മാഡം. ഫോളോ ദാറ്റ് ലീഡ്. ഓക്കെ സാർ. ഇതിലാരടാ ശിവൻകുട്ടി? അന്ന് രാത്രി ആ ബൈക്ക് അടിച്ച് കിടന്നെടുത്ത് ഞാൻ ലോറി നിർത്തിയിരുന്നു. പക്ഷെ ആക്സിഡന്റ് ഞാൻ കണ്ടിട്ടില്ല സാർ. പിന്നെ ശിവൻകുട്ടി എന്താ കണ്ടത്? സാർ അത് പിന്നെ ചേട്ടാ, ആക്സിഡന്റ് ആണോ? ഹലോ, ആശുപത്രിയിൽ എങ്ങനെ പോണോ? ചേട്ടാ, എന്തെങ്കിലും സഹായം വേണോ? ഹലോ, ഏയ് സാറേ, അവൻ തൊണ്ടയിൽ എന്തോ ഒരു ടോർച്ച് പോലുള്ള സാധനം കുത്തിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു. ഒരുമാതിരി പ്രേതങ്ങളുടെ ശബ്ദം പോലെ. സത്യം പറഞ്ഞ് ഞാൻ പേടിച്ചുപോയി സാറേ. താൻ അയാളുടെ മുഖം കണ്ടായിരുന്നോ? ഇല്ല സാർ, അയാൾ മാസ്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ തലയിൽ എന്തോ ഒരു കറുത്ത തുണി കൊണ്ട് മൂടിയിട്ടുണ്ടായിരുന്നു. അയാൾ നല്ലൊരു ആരോഗ്യമുള്ള ആളെ പോലെ എനിക്ക് തോന്നിയത്. അയാൾക്ക് ആൾക്കാരെ നന്നായിട്ട് പേടിപ്പിക്കാറിയ സാർ. സിജോ സാർ, ഇത്തരം സന്ദർഭങ്ങളിൽ കഴുത്തിൽ ടോർച്ച് അടിച്ച ആരും ഒരു ഗിമിക്സ് ഒന്നും കാണിക്കില്ല. അതെ സാർ. ശിവൻകുട്ടിക്ക് പകരം നിറയെ ആളുകളുള്ള ഒരു വാഹനമാണ് അവിടെ നിർത്തിയിരുന്നെങ്കിലോ, അല്ലെങ്കിൽ ഇയാളേക്കാൾ ധൈര്യമുള്ള ഒരാളാണ് അവിടെ വണ്ടി നിർത്തിയിരുന്നെങ്കിലോ. ശിവൻകുട്ടി, താൻ കണ്ട ടോർച്ച് ഇതാണോ? ഏതാണ്ട് ഇതന്നെ സാർ. സാർ, നമ്മുടെ കില്ലർമാരിൽ ഒരാൾക്ക് സംസാരശേഷിയില്ല. സാർ, സീ ദിസ്. അയാളൊരു ആർട്ടിഫിഷ്യൽ ലാരിങ്സ് ഉപയോഗിച്ചാണ് സാർ സംസാരിച്ചത്. ക്യാൻസർ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് ശബ്ദം നഷ്ടപ്പെടുന്ന ആളുകൾ ഉപയോഗിക്കുന്ന ഒരു ഉപകരണം. എൻ്റെ അച്ഛന് ക്യാൻസർ വന്ന ശേഷം കുറച്ച് നാൾ ഇത് ഉപയോഗിച്ച് സംസാരിച്ചിരുന്നു.